മലബാർ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒരു 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം എല്ലുള്ള ടൈപ്പ് ചിക്കനാണ് എടുത്തത്. ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കുറച്ച് എല്ലുള്ള ടൈപ്പ് ചിക്കൻ ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഞാനത് വളരെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതിനെ കുറച്ചെടുത്ത് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാനത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഞാനത് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിൽ പുളിക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഇതൊന്നും അധികം ആവരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ചേർക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്, അപ്പൊ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ടൈഗറിന്റെ ബിരിയാണി എസൻസ് കുറച്ച് ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇത് ഓപ്ഷണൽ ആണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ചിക്കനെല്ലാം നല്ല രീതിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് അധിക സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ബാക്കിയുള്ള സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം സവാള വറുക്കുന്നതിന് മുന്നേ കിസ്മിസും കാഷ്യും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് തന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സവാള ചേർക്കാം. സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാനൊരു ടിപ്പുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം സവാള ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാനിവിടെ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഈ അരി നമുക്കൊന്ന് കഴുകി മാറ്റി വെക്കാം. അപ്പം അതിന് മുന്നേ ഞാനിവിടെ അടുപ്പത്ത് ഈ ഒരു ഗ്ലാസിൻ്റെ ഇരട്ടി 6 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബിരിയാണി പോട്ടിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളം തിളച്ചിട്ടില്ല. നമുക്ക് അതിലേക്ക് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തതിന്റെ ബാക്കി ഓയിൽ ഉണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ്, അത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർക്കാം. അപ്പം വെള്ളം തിളച്ച് അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ അപ്പുറത്തെ സ്റ്റൗവിൽ വേവിക്കാൻ വെക്കാം. അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം.
വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. അപ്പൊ ഇതേ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്ത് കിട്ടണം. അങ്ങനെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്യാനുള്ളത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പം ഈ ചിക്കൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തു. നമുക്ക് ബാക്കി സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഇനി നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നെക്സ്റ്റ് ലെയറും ഇങ്ങനെ തന്നെ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ലെയർ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയർ ഇതേപോലെ തന്നെ ചെയ്യാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് സിമ്മില് ഒരു 15 മിനിറ്റ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത്രയേ ഉള്ളൂ. ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മുടെ മലബാർ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലബാർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.